Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഒരു ഭാഗത്ത് വ്യാപാരി സംഘടനയുടെ അതിരുതിരിക്കൽ, മറുഭാഗത്ത് റോഡിൽ കുറ്റിയടിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താൻ ഒരു കൂട്ടർ. ഇതിനു നടുവിൽ നഗരസഭയുടെ കട്ടവിരിക്കൽ. അങ്കമാലി നഗരസഭാ കാര്യാലയത്തിനും വ്യാപാര ഭവനും മധ്യേയുള്ള റോഡിനരികിലെ ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിൽ. അങ്കമാലി നഗരസഭാ കാര്യാലയത്തിനും വ്യാപാര ഭവനും മധ്യേയുള്ള റോഡിൽ കട്ടവിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. നഗരസഭാ കാര്യാലയത്തിന്റെ മുൻവശത്ത് റോഡിന്റെ പ്രവേശന ഭാഗത്തു തന്നെ മർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിയ അതിർത്തി തിരിക്കൽ ഇവിടം കുപ്പിക്കഴുത്താക്കി മാറ്റിയെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് തിരക്കുപിടിച്ച് നഗരസഭ കട്ടവിരിക്കുന്നത്. പണി ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമായി. റോഡരികിൽ റോഡിലേക്ക് തന്നെ തുറന്നു വച്ചിരിക്കുന്ന ബാർ ഹോട്ടലിന്റെ പിൻവാതിലിൽ സദാസമയവും ആൾക്കൂട്ടം കാണാം. ഇവരുടെ ദേഹത്ത് തട്ടാതെ റോഡരികിലൂടെ നടന്നു പോകാമെന്ന് കരുതിയാൽ കട്ടവിരിക്കലുകാർ കൂട്ടിയിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങളിലെ ആണികൾ കാലിൽ തുളച്ചു കയറും. ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മുൻകരുതലില്ലാതെയാണ് കട്ടവിരിക്കൽ പണി നടക്കുന്നത്. ഇതിനിടെയാണ് റോഡ് തന്നെ അടച്ചുകെട്ടാൻ ഒരു വിഭാഗം ശ്രമം നടത്തുന്നത്. ഇതിനായി കുറ്റികളും തൂണുകളുമൊക്കെയായി എത്തിയവരെ ഈ ഭാഗത്തെ കച്ചവടക്കാർ തടഞ്ഞിരുന്നു. ബിൽഡിംഗിന്റെ മറുവശത്തുള്ള ചില വ്യാപാരികളാണ് വഴിയടയ്ക്കൽ ശ്രമത്തിന് പിന്നിലുള്ളതെന്ന് ഈ ഭാഗത്തെ കച്ചവടക്കാർ പറയുന്നു. 12 കടകളാണ് ഈ ഭാഗത്തുള്ളത്. ഇവർക്ക് അവകാശപ്പെട്ട വഴിയാണ് ഈ വഴിക്ക് അർഹതയില്ലാത്തവർ ചേർന്ന് അടച്ചുകെട്ടാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത്. എല്ലാവരും ഇത് അടച്ചു കെട്ടി അപ്പുറത്തെ ആൾക്കാരുടെ കച്ചവടം കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി അടയ്ക്കാൻ. അപ്പുറത്തുള്ള ആൾക്കാർ, ഇതിന് അർഹതയില്ലാത്ത ആൾക്കാരിന് ഈ വഴിക്ക് അർഹതയില്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഇത് അടച്ചുകെട്ടാൻ വന്നിരിക്കുന്നത്. മാലിന്യം തള്ളൽ പതിവായപ്പോൾ കുന്നുകൂടിക്കിടന്ന മാലിന്യങ്ങൾ തങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി നീക്കം ചെയ്തിരുന്നു. നേരത്തെ ഇവിടെ വേസ്റ്റുകളും മറ്റുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ കുന്നുകൂടി കിടന്നത്. ഇപ്പം ഞാനാണ് 2,400 കൊടുത്ത് ആദ്യം ഇവിടുത്തെ വേസ്റ്റുകൾ നീക്കി എല്ലാം ഒരുവിധം ക്ലിയറാക്കി വന്നത്. അതിന് ശേഷം ഈ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പൊക്കിളിയും കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ മൊത്തം വാരി ഇതൊരു വഴിയാക്കി എടുത്തത് തന്നെ ഞങ്ങളാണ്. വ്യാപാരി സംഘടനകളുടെ യാതൊരു സഹായവും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. ഈ വഴിയിൽ ഇപ്പോൾ നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നത് പൊതുവിതരണ കേന്ദ്രമുണ്ട് ഒരെണ്ണം, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് മൂലൻസിൻ്റെ വലിയ ഗോഡൗൺ ഉണ്ട്, പാക്കിംഗ് സെൻറ്റർ. അതിൻ്റെ അപ്പുറത്ത് അങ്ങേറ്റത്ത് ഒരു ചെറിയ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ബാഗ് കടയുണ്ട്, ഇവിടെ ഒരു കോഴിക്കടയുണ്ട്, 2 കട പൂട്ടി കിടക്കുന്നുണ്ട്. മൊത്തം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഷട്ടറുണ്ട് ഇവിടെ. ഈ വഴിയിൽ 12 ഷട്ടർ. ഈ വഴിയിൽ ഇതിൻ്റെ ഉടമ വിറ്റതായിട്ട് ഈ വഴി അനുവദിച്ചു കൊടുത്തിട്ടുള്ള 12 ഷട്ടർ ഈ കോംപ്ലക്സിൽ തന്നെയുണ്ട്. ഞങ്ങൾക്ക് ഈ വഴി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കടകൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. നഗരസഭയുടെ അധീനതയിലുള്ള വഴി അവസാനിക്കുന്നിടത്ത് പുറമ്പോക്ക് കയ്യേറി പണിത കെട്ടിടങ്ങളുമുണ്ട്. TB ജംഗ്ഷനിൽ നിന്ന് റോഡിലേക്കുള്ള പ്രവേശന ഭാഗം തകർന്നു കിടക്കുകയാണ്. സ്വന്തം ചെലവിൽ പണം മുടക്കി ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താൻ പോലും ചിലർ അനുവദിക്കുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇനി അവർ കെട്ടാൻ വരാണെങ്കിൽ വീണ്ടും ഞങ്ങൾ തടയും. സാധാരണക്കാർ ആശ്രയിക്കുന്ന റേഷൻ കടയും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. അവിടേക്കുള്ള വഴി അടച്ചുകെട്ടാനാണ് ശ്രമം നടക്കുന്നത്. യാതൊരു കാരണവശാലും ഇത് അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ ഭാഗത്തെ കച്ചവടക്കാർ. ഇവിടെ ഒരു ഗേറ്റ് വെക്കാൻ തീരുമാനിച്ചിട്ട് അതിന്റെ സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള കച്ചവടക്കാർക്കുള്ള വഴി ഈ കോംപ്ലക്സ് പണിതിപ്പ് തന്നേക്കണ വഴിയത്. ഈ കോംപ്ലക്സ് പണിതിപ്പ് ഇതിന്റെ ഉടമ ഈ റൂമുകൾ മേടിച്ച ആൾക്കാർക്ക് തന്നേക്കണ വഴിയത്. അത് അടച്ചു കെട്ടാനുള്ള ഒരു തീരുമാനത്തിനാണ് ഈ സാധനങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പൊ ഞങ്ങൾ അതിനെ തടഞ്ഞു. അപ്പൊ വീണ്ടും അത് കെട്ടാൻ വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ സാധനങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് പോയിക്കണം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്തുള്ള റൂമിന്റെ ഓണർമാരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ വാടകക്കാരാ. പിന്നെ ഓണർമാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരാതെ പറഞ്ഞിട്ടുണ്ട്. അവർ കെട്ടാൻ വരുന്ന സമയത്ത് അതിനെ തടയാന്നും പറഞ്ഞു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്.
70 വർഷത്തെ പാരമ്പര്യല്ലേ? MV Jacko Jewelers, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.